പ്രിയ സഹോദര സഹോദരി, ദൈവത്തോട് അടുക്കുവീൻ, അവിടുന്ന് നിങ്ങളോടും അടുക്കും എന്ന യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ലെ വചനം സ്വർഗീയ പിതാവ് നമുക്ക് നൽകുന്ന സ്നേഹപൂർണ്ണമായ ക്ഷണമാണ്. എന്നാൽ പരിപാവനനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ആന്തരികാവസ്ഥ ശുദ്ധമായിരിക്കേണ്ടത് അനിവാര്യമാണ്. പാപത്തിൻ്റെ കറകൾ പുരണ്ട ഹൃദയവുമായി അവിടുത്തെ പരിശുദ്ധിയെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൈകൾ ശുദ്ധീകരിക്കാനും ഹൃദയങ്ങളെ നിർമ്മലമാക്കാനും വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ലൗകികമായ ആസക്തികളെയും വിഭക്ത ചിന്തകളെയും ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. എളിമയോടെ അഹങ്കാരം വെടിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുകയും നമ്മെ അവിടുത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ദൈവത്തോട് അടുക്കുക എന്നത് കേവലം ഒരു ശാരീരിക സാമീപ്യമല്ല, മറിച്ച് ആത്മാവിൻ്റെ ആഴത്തിലുള്ള സമർപ്പണമാണ്. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന വിളിക്ക് ഉത്തരം നൽകാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരാൽ ഹൃദയം കഴുകി വെടിപ്പാക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവികമായ പ്രകാശം നിറയുന്നു. നാം ദൈവത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മിലേക്ക് 1000 ചുവടുകൾ അടുത്തു വരുന്നു എന്നത് വലിയൊരു പ്രത്യാശയാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് പാടയാകുന്ന ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഒരു ജീവിതശൈലി നാം അവലംബിക്കണം. ഓരോ പ്രാർത്ഥനയിലും കൂദാശയിലും നാം അവിടുത്തെ മുഖം ദർശിക്കാൻ പരിശ്രമിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ സാമീപ്യം നമുക്ക് ശാന്തിയും നന്മയും പുതിയൊരു ജീവനും പ്രദാനം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോഴും എപ്പോഴും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആമേൻ.